ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് 24 അവതരിപ്പിക്കുന്ന പ്രത്യേക സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് വൈകുന്നേരം 4 മണിക്കാണ് സംവാദം നടക്കുക. വേണു ബാലകൃഷ്ണനാണ് അവതാരകൻ. 1 മണിക്കൂർ ദൈർഘ്യത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുക. ഈ പരിപാടി 24 ഇന്ന് തത്സമയം സംപ്രേഷണം ചെയ്യും വൈകുന്നേരം 4 മുതൽ. പത്തനംതിട്ടയിൽ നല്ല കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് നിങ്ങൾക്കറിയാം. വേണു ബാലകൃഷ്ണൻ നമുക്കൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് വേണു ബാലകൃഷ്ണൻ. പത്തനംതിട്ടയിൽ ഇന്ന് നമ്മുടെ സംവാദത്തിൽ ഉയർന്നു കേൾക്കാൻ സാധ്യതയുള്ള ശബ്ദം എങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ് SKN. നമ്മൾ ഇന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. ഹാട്രിക് വിജയത്തിന് ശേഷം 4ാമത് ജനവിധി തേടുകയാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആന്റോ ആന്റണി. അതുകൊണ്ട് തന്നെ ഈ MPക്കെതിരെ ഒരു വികാരമുണ്ടോ എന്ന ശങ്ക ആന്റോ ആന്റണിക്കും ഉണ്ടായിരുന്നു, കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. ആന്റോ മത്സരിക്കാനില്ല എന്ന സൂചനകളും ആദ്യം വന്നിരുന്നതാണ്. പക്ഷേ ഈ സിറ്റിംഗ് MPമാരെല്ലാം മത്സരിക്കണമെന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നതോടുകൂടി ആന്റോ വീണ്ടും ജനവിധി തേടുകയാണ്. പക്ഷേ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. കാരണം ഈ മണ്ഡലം 2008 പുനരൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായ 3 തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായ വിജയം ആന്റോ ആന്റണിക്കായിരുന്നു, UDFനായിരുന്നു. ആ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ സീറ്റുകളും LDFനായിരിക്കുമ്പോഴും പാർലമെന്റിലേക്കുള്ള ജനവിധി UDFന് അനുകൂലമാണ്. ഇത് ആന്റോ ആന്റണിക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായി തോമസ് ഐസക്കാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മുൻ മന്ത്രിയായിരുന്നു, മികച്ച നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ സ്വീകാര്യനാണ്. ഐസക്കിനോട് ആദ്യം തന്നെ പാർട്ടി പറഞ്ഞിരുന്നു പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ. അത് സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്നതിന് മുൻപ് തന്നെ ആ നിർദ്ദേശം വന്നു. അതുകൊണ്ട് ഐസക് അവിടെ ചിട്ടയായ പ്രവർത്തനം ആദ്യം തന്നെ നടത്തുകയും ചെയ്തു. ഐസക്കിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും LDFന്റെ കൈവശമാണ് എന്നതാണ്. കൂടാതെ ന്യൂനപക്ഷ സമുദായ അംഗമാണ്. ആ സമുദായത്തിന് ഇവിടെ നിർണായകമായ റോളുണ്ട്. അങ്ങനെ വരുമ്പോൾ CPMന്റെ അടിസ്ഥാന വോട്ടുകളും സഭയുടെ പിന്തുണയും കിട്ടുകയാണ് എങ്കിൽ അത് ഒരു അട്ടിമറി വിജയത്തിലേക്ക് നയിക്കാം എന്ന പ്രതീക്ഷ LDF പങ്കുവയ്ക്കുന്നുണ്ട്. കൂടാതെ ശബരിമലയുള്ള മണ്ഡലമാണ്. അന്നത്തെ CPMനെതിരെയുള്ള ഒരു വൈകാരികമായ എതിർ നിലപാട് ഇത്തവണ ഇല്ല എന്നതും ഐസക്കിന് ആത്മവിശ്വാസം നൽകുന്നതാണ്. BJPയുടെ സ്ഥാനാർത്ഥി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ്. അപ്രതീക്ഷിതമായാണ് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുന്നത്. അനിൽ ആന്റണി മത്സരിക്കും എന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ പത്തനംതിട്ടയിലാകുമോ എന്നത് വളരെ യാദൃച്ഛികവും അപ്രതീക്ഷിതവുമായിരുന്നു. മോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരം അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ ജനവിധി തേടാൻ BJP നിയോഗിക്കുകയായിരുന്നു. നമുക്കറിയുന്നത് പോലെ തെക്കേ ഇന്ത്യയിൽ മോദി പ്രചാരണം തുടങ്ങിയത് തന്നെ പത്തനംതിട്ടയിൽ നിന്നാണ്. അതുകൊണ്ട് എത്രമാത്രം പ്രാധാന്യം പത്തനംതിട്ടയ്ക്ക് BJP കൽപ്പിക്കുന്നു എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കൂടാതെ 2019 K സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അതുവരെ ഏതാണ്ട് 15% വോട്ടുണ്ടായിരുന്ന BJPക്ക് ആ മണ്ഡലത്തിൽ 28%-ലധികം വോട്ട് നേടാൻ കഴിഞ്ഞു. 2,97,000-ലധികം വോട്ട് സുരേന്ദ്രന് സമാഹരിക്കാനും കഴിഞ്ഞു. എന്ന് വെച്ചാൽ വിജയിച്ച ആന്റോ ആന്റണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 1,00,000 വോട്ട് വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്ര വലിയ വിജയം, അത്ര വലിയ മുന്നേറ്റം BJPക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ മണ്ഡലം എന്ന നിലയിൽ A+ മണ്ഡലമായി തന്നെയാണ് BJP കാണുന്നത്. അപ്പോൾ ഇതാണൊരു മത്സര ചിത്രം. പത്തനംതിട്ട മണ്ഡലത്തെ ഏറ്റവും ഒടുവിൽ സജീവമാക്കിയിരിക്കുന്നത് ആന്റണിയും അനിൽ ആന്റണിയുമായുള്ള വാക്പോരാണ്. അനിൽ ആന്റണിക്കെതിരെ ഉയർന്നിരിക്കുന്ന കോഴ ആരോപണവുമാണ്. അതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അവിടെയാണ് നാം ഇന്നുള്ളത്. നമുക്ക് ഇന്ന് വൈകിട്ട് അവിടുത്തെ വോട്ടർമാരുടെ മനസ്സറിയാൻ കഴിയും. പത്തനംതിട്ടയിലെ പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന നമ്മുടെ സംവാദവേദി ഒരുക്കിയിരിക്കുന്നത്. അവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. SKN. ഓക്കെ, താങ്ക് യു വേണു ബാലകൃഷ്ണൻ. പത്തനംതിട്ടയിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നടക്കുന്ന ഈ സംവാദ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും നാട്ടുകാരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഒക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. വാശിയേറിയ ഒരു സംവാദ പരിപാടിയാകട്ടെ ഇന്ന് 4 മണിക്ക് വൈകുന്നേരം 24 മറ്റ് പ്രേക്ഷകർക്കായി ഈ സംവാദം നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്യും.